കോഴിക്കോട്ടെ ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിത് അറസ്റ്റിൽ. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് പിടിയിലായത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് കസ്റ്റഡിയിലെടുത്തത്. ഷിംജിതെ കൊയിലാണ്ടി ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇവരുമായി അനഘ ഹർഷൻ ചേരുകയാണ്. അനഘ, ഒടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചിരിക്കുന്നു. സ്വാഭാവികമായി വലിയ പ്രതിഷേധം ഉണ്ടാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് പോലീസ് ഒരുക്കിയത്. തീർച്ചയായും ഏറെ നിർണായകമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഷിംജിത ഈ സംഭവം നടന്നതിന് ശേഷം ഒളിവിലായിരുന്നു. ഈ ദീപക് ആത്മഹത്യ ചെയ്ത് തൊട്ടടുത്ത ദിവസം തന്നെ ഷിംജിത തന്നെ ന്യായീകരിച്ചുകൊണ്ട്, തന്റെ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ട് ഒരു മടിയുമില്ലാതെ, ഒരു പശ്ചാത്താപവുമില്ലാതെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഷിംജിതയെ കാണുന്നത് ഇന്ന് ഈ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ഈ ഷിംജിതയെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച സമയത്താണ് കാണുന്നത് എന്നുള്ളതാണ്. ഈ മുഖം മുഴുവൻ മറച്ചുകൊണ്ട് ആണ് ഷിംജിത ഇന്ന് വൈദ്യപരിശോധനയ്ക്ക് പോലീസ് പിടിയിലാകുന്ന സമയത്ത് ഉണ്ടായിരുന്നത് എന്നതാണ്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചാണ് ഷിംജിതയെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചത്. ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അവർ മടങ്ങി എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിനുശേഷമായിരിക്കും ഈ കൊയിലാണ്ടിയിൽ നിന്ന് കോഴിക്കോടുള്ള ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുക. ഉടൻ തന്നെ ഷിംജിതയെ ചോദ്യം ചെയ്യലിന് വിധേയമാക്കും എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകം, ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന ഒന്ന് ഈ ഷിംജിതയുടെ കയ്യിലുള്ള ആ മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോണിലാണ് ഷിംജിത ആ ബസ്സിലുള്ള കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ ഫോണ് ശേഖരിച്ചുകൊണ്ട് ഈ ഫോണ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കണം. അതിനുശേഷം മാത്രമേ ഈ വീഡിയോ എഡിറ്റഡ് ആണോ, ഈ വീഡിയോയ്ക്ക് പിന്നിലുള്ള സത്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വരികയുള്ളൂ എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ദീപകിന്റെ മരണത്തിന് ശേഷവും ഈ ഷിംജിത സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ ഒന്നും തന്നെ തനിക്കിങ്ങനെ ഒരു തെറ്റ് പറ്റി എന്ന് ഷിംജിത ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ ഈ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം പ്രാദേശിക BJPയുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിലാണ് പോലീസ് ശക്തമായുള്ള ഈ വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തത്. ആദ്യം നിസാര വകുപ്പുകൾ ചുമത്തിയായിരുന്നു പോലീസ് കേസെടുത്തത്. പിന്നീടാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചുമത്തിയ കേസ് പോലീസ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഷിംജിത ഇന്ന് വൈദ്യപരിശോധനയ്ക്ക് എത്തിയ സമയത്ത് പോലും തെല്ലും, താൻ ചെയ്തു പോയ കുറ്റബോധം തെല്ലും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ആ മുഖത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ സംഭവം നടന്നതിന് ശേഷം താൻ ഇങ്ങനെ ഒരു നിരപരാധിയായ ഒരു വ്യക്തിയുടെ മരണത്തിന് കാരണമായി എന്നുള്ളൊരു തെല്ലും കുറ്റബോധം ഷിംജിതയുടെ മുഖത്തോ മറ്റ് പെരുമാറ്റത്തിലോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതോടുകൂടിയാണ് ഷിംജിതയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലും മറ്റുമൊക്കെ വലിയ പ്രതിഷേധം ഉയരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നത്. അതായത് ഈ ദീപക് മരിച്ച തൊട്ടടുത്ത ദിവസം തന്നെ ഷിംജിത വീണ്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. താൻ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുന്നു. ദീപക് മാനസിക രോഗിയാണ്, മാനസിക പ്രശ്നമുണ്ട്, ഇത്തരത്തിൽ ലൈംഗിക വൈകൃതത്തിന് ഉടമയാണ് ദീപക് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമമായിരുന്നു ഷിംജിത നടത്തിയത്. അതിനുശേഷം ആണ് ഈ ദീപക് ആത്മഹത്യ ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങൾ ഉള്ളത് എന്നാണ് ഇപ്പോൾ BJP കൗൺസിലറായിട്ടുള്ള റെനീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഏറ്റവും ഒടുവിൽ ഇന്നാണ് ഇപ്പോൾ ഷിംജിത പിടിയിലാകുന്നത്. അല്ല, ഇതിനകത്ത് തുടക്കം മുതലേ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ നിന്ന് ഈ കേസിനെ തള്ളിക്കളയാനുള്ള ഒരു രീതിയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. അതിശക്തമായ പ്രതിഷേധമുള്ളപ്പോഴാണ് പ്രേരണ കുറ്റത്തിന് കേസെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാവിലെ 10:30 മണിക്ക് ഇവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതീവ രഹസ്യമായി അറസ്റ്റ് ചെയ്യുന്നു. ഒരു സ്വകാര്യ വാഹനത്തിൽ ഇവരെ കൊണ്ടുവരുന്നു. ഇവിടെ ബീച്ച് ഹോസ്പിറ്റലിലെ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ നടത്തുന്നതിന് പകരം അവരെ കൊയിലാണ്ടി താലൂക്ക് ഹോസ്പിറ്റലിൽ വെച്ച് മെഡിക്കൽ നടത്തുന്നു. ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നവർ നേരെ കുന്ദമംഗലം കോടതിയിൽ ഹാജരാക്കുന്നതാണ്. അപ്പോൾ വളരെ രഹസ്യമായി ഇവർക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം പോലീസ് തന്നെ ഒരുക്കുന്നു എന്നുള്ളതാണ്. പോലീസ് എന്തിനാണ് ഇത്ര രഹസ്യമായി കാര്യങ്ങൾ വെക്കുന്നത്? പത്രമാധ്യമങ്ങളെ അറിയിക്കുന്നില്ല, ഇവിടുത്തെ CA അടക്കമുള്ള ആളുകൾ ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ തുടക്കം മുതലേ സംശയിച്ച കാര്യം സത്യമാവുമെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഇവരെ രക്ഷപ്പെടാനുള്ള പഴുതുകൾ പോലീസ് തന്നെ ഒരുക്കുന്നു. അതീവ രഹസ്യമായിട്ടാണ് കാര്യങ്ങൾ. ഇത് എന്താണ് ഇതിൻ്റെ ആവശ്യം? ഇവരെന്താണ് ഇത്ര വലിയ VIP ആണോ ഇവർ? അപ്പോൾ ഒരു ആർക്കും കൊടുക്കാത്ത പരിഗണന ഇവർക്ക് കൊടുക്കുന്നുണ്ട് എന്നെങ്കിൽ അതിശക്തമായ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. ഇവരെ എങ്ങനെയും ജാമ്യം ഇവർക്ക് നേടാനുള്ള അവസരമാണ് പോലീസ് ഒരുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലീസ് ഇന്നേ വരെ കാണാത്ത അതിശക്തമായ സമരങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും.
അത് തന്നെയാണ് കെ പി. ഏതെങ്കിലും തരത്തിൽ ഈ ഷിംജിതയ്ക്ക് ഈ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ BJPയുടെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഈ കേസിൽ നേരത്തെ റെനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ ആദ്യം മുതൽ തന്നെ പോലീസ് ഈ ഷിംജിതയ്ക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 10:30 ഈ ഷിംജിതയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സമയമായിട്ട് പോലും പോലീസ് അത് മാധ്യമങ്ങളിൽ നിന്നും മറ്റും മറച്ചുവെക്കും. അതായത് മനഃപൂർവ്വം മറച്ചുവെച്ച് ഇതിനൊരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന രീതിയിലേക്ക് പോയിരുന്നു എന്നുള്ളതാണ് കെ പി. എന്തായാലും ഈ ഷിംജിതയെ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഈ കസ്റ്റഡിയിലെടുത്ത ഷിംജിതയെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും എന്ന വിവരമാണ് പുറത്തുവരുന്നത്. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചതിന് ശേഷം ഇപ്പോൾ ഷിംജിതയുമായി വാഹനം പുറപ്പെട്ടു. അത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കാണോ കൊണ്ടുപോയിരിക്കുന്നത്? പോലീസിന്റെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ വിശദാംശങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കെ പി, ഈ വിഷയത്തിൽ ഈ ഷിംജിതയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് ആദ്യം മുതലേ ഒരു രഹസ്യ സ്വഭാവം പിന്തുടരുകയാണ്. ഇന്ന് രാവിലെ ഈ ഷിംജിതയെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ അറസ്റ്റ് വിവരം പോലീസ് മറച്ചുവെക്കുന്നു. അതിനുശേഷം ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. എന്തിനാണ് പോലീസ് ഇങ്ങനെ ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നത് എന്നൊരു ചോദ്യം ഉയരുകയാണ്. ഷിംജിതയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ ഈ റീച്ചിന് വേണ്ടി ഷിംജിത ചെയ്തൊരു കാര്യം, അങ്ങനെയുള്ള ഒരാളെ എന്തിനാണ് പോലീസ് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. നിലവിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഈ ഷിംജിതയെ ഒന്നുകിൽ ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് ഉള്ളതിൽ. ഇതിലൊരു വ്യക്തത വരണം എന്നുള്ളതാണ്. എന്തായാലും ഷിംജിത ഈ ഒളിവിൽ തുടരവേ ഈ ഷിംജിതയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി പോലീസിന്റെ നടപടിക്രമം ഈ ഷിംജിതയുടെ കൈവശമുള്ള ഈ ഫോൺ ശേഖരിക്കും. അതിനുശേഷം ഈ ഫോണിൽ വീഡിയോ ചിത്രീകരിച്ച കാര്യങ്ങളടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കും. അതിൽ നിന്നായിരിക്കും കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ളൊരു വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ഈ പ്രദേശത്തെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഷിംജിതയെ ഈ പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്ക് കൊണ്ടുവരും എന്നറിഞ്ഞ് ആളുകൾ എത്തിയിരിക്കുന്നതാണ്. എന്തായാലും ഈ ഷിംജിത ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നതാണ്. എന്താണ് പറയാനുള്ളത്? അറസ്റ്റ് ചെയ്യേണ്ടതല്ലേ, ഇതിനു മുമ്പ് തന്നെ അറസ്റ്റ് ചെയ്യേണ്ടിയിരുന്നു. വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ലേ ഇത്. അദ്ദേഹത്തിന് നമ്മൾ ആ ഫൂട്ടേജ് കാണുമ്പോൾ അവൾ ഇതിലെല്ലാം സോഷ്യൽ മീഡിയയിലിട്ട് കാണുമ്പോൾ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ലല്ലോ, അദ്ദേഹം അറിയുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആദ്യമേ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യേണ്ടായിരുന്നു. എന്തായാലും നാട് വിട്ട് പോയില്ലോ, ആളെ പിടിച്ചല്ലോ. ഈ ഷിംജിതയെ പിടിച്ചല്ലോ എന്നൊരു ആശ്വാസമാണ് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ പറയുന്നത്. എന്തായാലും ഷിംജിത അറസ്റ്റിലായിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? ഷിംജിതയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കണം. ഇത് കേരളത്തിൽ ഫസ്റ്റത്തെ അവസാനത്തെ ആയിരിക്കണം. ഇനി ഇങ്ങനത്തെ ആൾക്കൊരു അനുഭവം ഉണ്ടായത്. ഇത് ഓരോരുത്തരുടെ വീട്ടിൽ വരുമ്പോൾ ഇതിൻ്റെ വിഷമം മനസ്സിലാവും. നാളെ പിന്നെ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത് നമുക്ക് തന്നെ പേടിയാണ്. നിങ്ങൾ വീഡിയോ എടുത്ത് അയച്ചാൽ നമ്മളും ചെയ്യേണ്ടി വരില്ലേ? ഇപ്പോൾ പല പോലത്തെ സംഗതികളുള്ളതല്ലേ. അപ്പോൾ പരമാവധി ശിക്ഷ ഷിംജിതയ്ക്ക് ലഭിക്കണം. ചേട്ടാ, ഈ ഷിംജിത നിലവിൽ അറസ്റ്റിലായിരിക്കുന്നു. ഇവിടെ തടിച്ചുകൂടിയ ആളുകൾക്കൊക്കെ പറയാനുള്ളത് ഇതേ വിഷയം തന്നെയാണ്. അറസ്റ്റിലായിരിക്കുന്നു, അതൊരു ആശ്വാസമാണ്. എന്തായാലും ഈ ഒളിവ് ജീവിതത്തിനൊടുവിലാണ് പോലീസ് ഈ ഷിംജിതയെ പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും അല്പസമയത്തിനകം ഈ ഷിംജിതയെ ഈ ഭാഗത്തേക്ക് എത്തിക്കും എന്നുള്ളതാണ്. ഈ കേസിൽ ആദ്യം ഈ ഷിംജിത ബസ്സിൽ നടന്ന ഒരു കാര്യം, അത് വീഡിയോ ആയി എഡിറ്റ് ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പിന്നീട് ഇത് വലിയ വിഷയമായതിന് ദീപക് കാണുന്നു. അതിനുശേഷം ഇത് വലിയ വിഷയമാകുന്നു, ചർച്ചയാകുന്നു. ദീപക് മരിക്കുന്നു, അത് ആത്മഹത്യ ചെയ്യുന്നു. അതിന് തൊട്ടടുത്ത നിമിഷം ഈ ഷിംജിത മറ്റൊരു പോസ്റ്റ് കൂടി ഇടുന്നു. താൻ ഈ ദീപക് ഒരു മാനസിക രോഗിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഷിംജിത മറ്റൊരു പോസ്റ്റ് ഇടുന്നു. അതിന് പിന്നാലെയാണ് ഈ ദീപക് ആത്മഹത്യ ചെയ്യുന്നത്. ഈ ഷിംജിത ഒരു സാധാരണക്കാരിയല്ല. ഷിംജിത മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകയാണ്. 2 തവണ മുസ്ലിം ലീഗിന്റെ പാനലിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച വാർഡ് കൗൺസിലറായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിലൊക്കെ ഉപരി സൈക്കോളജിസ്റ്റാണ്. അങ്ങനെ ഒരാൾ ഇത്തരത്തിലൊരു വീഡിയോ സെറ്റ് ചെയ്ത് ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുന്ന സമയത്ത് ഏതൊക്കെ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്ന് കൃത്യമായി ഷിംജിതയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ റീച്ചിന് വേണ്ടിയാണ് ഷിംജിത ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും ഈ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഭാവത്തിലാണ് ഷിംജിത നിൽക്കുന്നത്. അവരുടെ ആ ശരീരഭാഷ ആ രീതിയിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? ഒപ്പം കൗൺസിലർ
റിനീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്നും എന്തൊക്കെയോ മറച്ചു വെക്കുന്നു, ഒളിച്ചു കളിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുന്നു, അറസ്റ്റ് വൈകിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നു, പിന്നീട് സ്വകാര്യ വാഹനത്തിൽ വൈദ്യപരിശോധനയ്ക്ക് വരാനുള്ള അനുവാദം നൽകുന്നു. സാധാരണ ഇങ്ങനെയൊന്നും പോലീസ് ചെയ്യാറില്ല. പോലീസ് വാഹനത്തിലാണ്, വനിതാ പോലീസിൻ്റെ അകമ്പടിയോടെ തന്നെയാണ് നടപടികൾ പുരോഗമിക്കുക. പക്ഷേ തീർത്തും സ്വകാര്യമായിട്ടുള്ള വാഹനങ്ങളും ബന്ധുക്കളോട് കൂടി വരാനും മറ്റും പോകാനുമുള്ള ഒരു സൗകര്യം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിലും വലിയ പ്രതിഷേധം, വിമർശനങ്ങൾ ഉയരുകയാണല്ലേ? തീർച്ചയായും അതീവ രഹസ്യമായി പോലീസ് എന്തിന് ഷിംജിതയെ ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ളത്, എന്തിനാണ് ഇങ്ങനെ ഒരു രഹസ്യ സ്വഭാവം കാത്ത് സൂക്ഷിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ഷിംജിതയെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരും, പോലീസ് സ്റ്റേഷൻ പരിസരത്തേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു സൂചന ലഭിക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തിനാണ് പോലീസ് ഈ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിച്ചത്? പോലീസ് വാഹനത്തിലല്ല ഷിംജിതയെ പിടികൂടി വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നത്, അതൊരു സ്വകാര്യ വാഹനമായിരുന്നു. ആ സ്വകാര്യ വാഹനത്തിൽ എന്തിന് ഷിംജിതയെ കൊണ്ടുവന്നു? എന്തിനാണ് അങ്ങനെ ഒരു നാടകം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്? എന്തിനാണ് ഈ ഒരു രഹസ്യ സ്വഭാവം ഉള്ളത് എന്നാണ് BJP അടക്കം ചോദിക്കുന്നത്. ഇവർ എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചാൽ, മുസ്ലിം ലീഗ് പ്രവർത്തകയായ ഷിംജിതയ്ക്ക് ജാമ്യം ലഭിച്ചാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് ഈ BJP പ്രവർത്തകർ പറയുന്നത്. ഇവർ ഉന്നയിക്കുന്ന ഒരു സംശയം, ഈ ഷിംജിതയ്ക്ക് ജാമ്യം ലഭിക്കാനുള്ള നീക്കമാണോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതിനുള്ള ഒരു വഴി ഒരുക്കുകയാണ് പോലീസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ BJP സിറ്റി ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രകാശ് ബാബു ആണ് നമുക്ക് ഒപ്പം ചേരുന്നത്. ഷിംജിത എന്തായാലും പിടിയിലായിരിക്കുകയാണ്. പക്ഷേ അപ്പോൾ പോലും അതീവ രഹസ്യ സ്വഭാവം പോലീസ് ഇതിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പോലീസ് വാഹനത്തിലല്ല ഷിംജിതയെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, മാധ്യമങ്ങളെ അറിയിച്ചില്ല. എന്തിനാണ് പോലീസ് ഇപ്പോഴും ഇതിലൊരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നത്? അല്ല, ഈ ദീപകിൻ്റെ മരണം, ആ ഒരു മരണത്തിന് ശേഷം ഓരോ നിമിഷവും എങ്ങനെ ഈ ക്രിമിനലിനെ രക്ഷിക്കാമെന്നുള്ള ഒരു ഗവേഷണമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ അതിൻ്റെ FIR-മായി, അസ്വാഭാവിക മരണത്തിലുള്ള FIR-മായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്. ഇതൊരു സൈബർ ഒഫൻസാണ്. സമൂഹ മാധ്യമത്തിലൂടെ അപമാനിച്ച് കൊലപ്പെടുത്തിയതല്ലേ. അപ്പോൾ ഇതിൽ സൈബർ ഒഫൻസ് ആകുമ്പോൾ IT ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ വരണ്ടേ? ഇതൊന്നുമില്ല. 2 ദിവസം എല്ലാവിധ സംരക്ഷണവും കൊടുത്തു. ഇപ്പോൾ എല്ലാ പ്രൈവസിയും, എന്തിനാണ് ഒരു പ്രിവിലേജഡ് പ്രതിയൊന്നുമല്ലല്ലോ. ഇങ്ങനെ പോലീസ് രഹസ്യ സ്വഭാവത്തിൽ ഇങ്ങനെ സ്വകാര്യ വാഹനത്തിൽ ഇങ്ങനെയൊക്കെ സംരക്ഷിക്കേണ്ട ഒരു പ്രതിയാണോ ഇത്? കേരളം മുഴുവൻ ഈ പ്രതിയെ മുന്നിൽ കിട്ടിയാൽ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രതിയാണിത്. ആ നിലയിൽ പോലീസിന് തുടക്കം മുതലേ ഈ പ്രതിയെ രക്ഷിക്കാനുള്ള ഒരു പ്രത്യേക പരിശ്രമം ഉണ്ടായിരുന്നു. ജനകീയ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടങ്ങിയിട്ട് ഇപ്പോൾ ഒരു അറസ്റ്റ് ചെയ്തു, അങ്ങനെ ഞങ്ങൾ ജയിലിൽ അടക്കുന്നു, ഇങ്ങനെയൊക്കെ ഒരു തോന്നൽ വരുത്തിക്കുക മാത്രമാണ്. പോലീസിലെ ഒരു വിങ് തന്നെ ഇവരെ സംരക്ഷിക്കാൻ നിലവിലുണ്ട്. അത് തന്നെയാണ് KP. പോലീസ് ഒരു രഹസ്യ സ്വഭാവം ഇതിൽ സൂക്ഷിക്കുന്നുണ്ട്. പോലീസ് ഈ ഷിംജിതയെ സംരക്ഷിക്കാനുള്ള ഒരു രഹസ്യ വിങ് ഇതിലുണ്ട് എന്നുള്ളതാണ് ഈ BJP സിറ്റി ജില്ലാ പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പറയുന്നത്. ഇപ്പോഴും ഈ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് ഈ ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരൊക്കെ തന്നെ ഈ ഷിംജിതയുമായി ബന്ധപ്പെട്ട് ഷിംജിതയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും എന്നറിഞ്ഞുകൊണ്ട് ഇവിടേക്ക് വന്നിരിക്കുകയാണ്. എന്തായാലും ഈ നേരത്തെയൊക്കെ തന്നെ ആളുകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ഭാഗത്തുണ്ടായിരുന്നു. അത് പ്രതിഷേധം ഭയന്നുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ പോലീസ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക്, ഈ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് പുറത്തു വരുന്ന സൂചന. എന്നാലും ഇവിടെ സ്ത്രീകളടക്കം ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ കേസിൽ പ്രതി ഷിംജിത അറസ്റ്റിലായിരിക്കണം, എന്താണ് പറയാനുള്ളത്? ഓക്കെ, ഇവിടെ ഈ സ്ത്രീകളടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി, ഈ ഷിംജിത അറസ്റ്റിലായിരിക്കുകയാണ് പോലീസിന്റെ, എന്താണ് പറയാനുള്ളത്? പറയാതെ അയാളൊരു പാവല്ലേ, ഒരു പാവം മനസ്സിലങ്ങ് ചെയ്യുമ്പോൾ അതിനുള്ള നടപടി എടുക്കണം. അതന്നെ അയാള് ഇരയായി പോയി എന്ന് തോന്നുന്നുണ്ടോ? നടപടി എന്താ ഞാൻ പറയാ? അതെ, ഇവർക്കും എല്ലാവർക്കും പറയാനുള്ളത് ഒരേ ഒരു കാര്യം തന്നെയാണ്. ചേച്ചി, ഷിംജിത അറസ്റ്റിലായിരിക്കണം, എന്താണ് പറയാനുള്ളത്? അറസ്റ്റിലാക്കല, ഈ പ്രദേശത്തേക്ക് വിടന്നെ ചെയ്യരുതോടെ, കണ്ടന്നെ ശിക്ഷ കൊടുക്കണം. ഓൻ അനുഭവിച്ച അതേ വേദന നീറി 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 ഓളെ കൊല്ലണം. ഒരമ്മക്കും ഇങ്ങനെ ഒരു ഗതി വരാൻ പാടില്ല. പാവപ്പെട്ട ഒരു മനുഷ്യനല്ലേ, ഓനിക്ക് ആ അഭിമാനം സഹിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ ഓനിത് ചെയ്തത്.
അപ്പോൾ ഇനി ഒരു ആൺകുട്ടിയൊക്കെ ഇങ്ങനെ ഒരു ഗതി വരരുത്. അത് തന്നെയാണ് KP, ഈ ജനങ്ങൾക്കിടയിൽ, ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങൾക്കിടയിൽ നിന്ന് വലിയ പ്രതിഷേധം ഉയരുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട് ഏതായാലും എന്നുള്ളതാണ്. അനഘ പറഞ്ഞതുപോലെ തന്നെ വലിയ ജനരോഷമാണ് ഉയരുന്നത്. ഈ പ്രതിക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഒപ്പം എന്തിന് പോലീസ് നടപടികൾ വൈകിപ്പിക്കുന്നു, അല്ലെങ്കിൽ പോലീസ് സംരക്ഷണം നൽകുന്നു എന്നുള്ള വിമർശനം തന്നെയാണ് ഒരു ഭാഗത്തു നിന്നും ഉയർന്നുകൊണ്ടിരിക്കുന്നത്.